നമസ്തേ, സ്പോക്കൺ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സേ എങ്ങനെയൊക്കെ ഹിന്ദി സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാം എന്ന് പഠിക്കാം. സേ ഓരോ കോണ്ടെക്സ്റ്റിലും അതിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്. നിന്ന്, മുതൽ, കൊണ്ട്, ലൂടെ, കാരണം, മൂലം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അത് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. വോ സ്കൂൾ സേ ആയാ ഹേ, അവൻ സ്കൂളിൽ നിന്നാണ് വന്നത്. വോ അവൻ, സ്കൂൾ സേ സ്കൂളിൽ നിന്ന്, ആയാ ഹേ വന്നത് അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. വോ സ്കൂൾ സേ ആയാ ഹേ, ഇവിടെ സേയുടെ അർത്ഥം നിന്ന് എന്നാണ്. സ്കൂൾ സേ സ്കൂളിൽ നിന്ന്. വോ കഹാം സേ ആയാ ഹേ, അവൻ എവിടെ നിന്നാണ് വന്നത്. വോ സ്കൂൾ സേ ആയാ ഹേ. मैं केरल से हूँ, ഞാൻ കേരളത്തിൽ നിന്നാണ്. കേരൾ സേ കേരളത്തിൽ നിന്ന്, ഞാൻ കേരളത്തിൽ നിന്നാണ് എന്ന് പറയാൻ मैं केरल से हूँ. ആരെങ്കിലും നിങ്ങളോട് ആപ് കഹാം സേ ഹോ, നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയാം? കേരളത്തിൽ നിന്നാണെങ്കിൽ मैं केरल से हूँ. ആപ് കഹാം സേ ഹോ, मैं केरल से हूँ. സ്കൂൾ സേ ഘർ തക്, സ്കൂൾ മുതൽ വീട് വരെ. സ്കൂൾ സേ സ്കൂൾ മുതൽ എന്നാണ് ഇവിടെ അർത്ഥം. ഇവിടെ സേ മുതൽ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്കൂൾ സേ ഘർ തക്. ഇനി വീട് മുതൽ സ്കൂൾ വരെ എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഘർ സേ സ്കൂൾ തക്. ഘർ സേ സ്കൂൾ തക് 2 കിലോമീറ്റർ ദൂർ ഹേ. വീട് മുതൽ സ്കൂൾ വരെ 2 കിലോമീറ്റർ ദൂരമുണ്ട്. സ്കൂൾ സേ ഘർ തക്, സ്കൂൾ മുതൽ വീട് വരെ. വോ ചാക്കു സേ കാട്ട് രഹാ ഹേ, അവൻ കത്തി കൊണ്ടാണ് മുറിക്കുന്നത്. വോ ചാക്കു സേ, ചാക്കു കത്തി, ചാക്കു സേ കത്തി കൊണ്ട്. കാട്ട്ന മുറിക്കുക, കട്ട് ചെയ്യുക. കാട്ട് രഹാ ഹേ മുറിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മുറിക്കുന്നു. വോ ചാക്കു സേ കാട്ട് രഹാ ഹേ. വോ കലം സേ ലിഖ്താ ഹേ, അവൻ പേന കൊണ്ടാണ് എഴുതുന്നത്. വോ കലം സേ ലിഖ്താ ഹേ. ഇനി അവൻ പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത് എങ്കിൽ എങ്ങനെ പറയാം? വോ പെൻസിൽ സേ ലിഖ്താ ഹേ. ഇവിടെ സേ കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വോ ചാക്കു സേ കാട്ട് രഹാ ഹേ, അവൻ കത്തി കൊണ്ടാണ് മുറിക്കുന്നത്. വോ കലം സേ ലിഖ്താ ഹേ, അവൻ പേന കൊണ്ടാണ് എഴുതുന്നത്. ഗാഡി ഇസി രാസ്തേ സേ ഗയി ഹേ, വണ്ടി ഈ വഴിയിലൂടെയാണ് പോയത്. ഗാഡി ഇസി രാസ്തേ സേ ഗയി ഹേ. ഗാഡി വണ്ടി. രാസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? രാസ്ത വഴി. വഴിയിലൂടെ എന്ന് പറയാൻ രാസ്തേ സേ. ഈ വഴിയിലൂടെ ഇസി രാസ്തേ സേ ഗയി ഹേ, ഈ വഴിയിലൂടെ ആണ് പോയത്. ഏക് ഗാഡി ഇസി രാസ്തേ സേ ഗയി തീ, ക്യാ തുമ്നെ ദേഖാ, ഒരു വണ്ടി ഇതിലൂടെ പോയിരുന്നു, നീ കണ്ടായിരുന്നോ? ഹാ മേനെ ദേഖാ, ഞാൻ കണ്ടിരുന്നു. ഗാഡി ഇസ് രാസ്തേ സേ ഗയി തീ, വണ്ടി ഈ വഴിയിലൂടെ പോയിരുന്നു. ബാരിഷ് കി വജഹ് സേ ബാഹർ നഹി ജാ സകാ, മഴ കാരണം പുറത്തു പോകാൻ പറ്റിയില്ല. ബാരിഷ് മഴ. ബാരിഷ് കി വജഹ് സേ മഴ കാരണം. വജഹ് സേ കാരണത്താൽ അല്ലെങ്കിൽ കാരണം കൊണ്ട്. ബാരിഷ് കി വജഹ് സേ ബാഹർ നഹി ജാ സകാ, ബാഹർ പുറത്ത്. ജാന പോവുക, ജാ നഹി ജാ സകാ പോകാൻ പറ്റിയില്ല. മഴ കാരണം പുറത്തു പോകാൻ പറ്റിയില്ല. ബാരിഷ് കി വജഹ് സേ ബാഹർ നഹി ജാ സകാ. ഇനി മഴ കാരണം പുറത്തു പോകാൻ പറ്റുന്നില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്? ബാരിഷ് കി വജഹ് സേ ബാഹർ നഹി ജാ സക്താ. സക്ത പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പാസ്റ്റാണ് സക്ക. വ ബീമാരി സേ ബഹുത് പരേശാൻ ഹേ,
അവൾ അസുഖം കാരണം വളരെ ബുദ്ധിമുട്ടിലാണ്. അവൾ ബീമാരി അസുഖം. അസുഖം കൊണ്ട് അല്ലെങ്കിൽ അസുഖം കാരണം എന്ന് പറയാൻ ബീമാരി സേ. ബഹുത് വളരെ. പരേശാൻ ഹേ ബുദ്ധിമുട്ടിലാണ്. ബീമാരി സേ ബഹുത് പരേശാൻ ഹേ. ഇതിൽ വജഹ് സേ എന്ന് ചേർത്തും പറയാവുന്നതാണ്. ബീമാരി കി വജഹ് സേ ബഹുത് പരേശാൻ ഹേ. അവൾ അസുഖം കാരണം വളരെ ബുദ്ധിമുട്ടിലാണ്. ബീമാരി കി വജഹ് സേ ബഹുത് പരേശാൻ ഹേ. ठीक है दोस्तों, अगर आपको आज की क्लास पसंद आई तो ज़रूर लाइक शेयर एंड कमेंट करो. जो लोग अभी तक सब्सक्राइब नहीं किए तो सब्सक्राइब करना मत भूलना. ठीक है, धन्यवाद. अगले वीडियो में मिलते हैं. तब तक के लिए अलविदा.